നമസ്കാരം. പ്രേക്ഷകരെ ആകെ വിഷമത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടേത്. ആ വേർപാട് ഒരു തീരാനോവായി ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും അവശേഷിക്കുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു വരുന്നതും സുധിയെ തട്ടിയെടുക്കുന്നതും. രണ്ടു മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുധി പോയത്. സുധിയുടെ മരണശേഷം രേണു നിരവധി വിവാദങ്ങളിലും വിമർശനങ്ങളിലും ചെന്നുപെട്ടിരുന്നു. ഇപ്പോഴത്തെ രേണു പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഞങ്ങൾക്ക് മകൻ ജനിച്ചപ്പോൾ സുധിച്ചേട്ടൻ ഹാപ്പി ആയിരുന്നു. കാരണം 14 വർഷം കഴിഞ്ഞു ഉണ്ടാകുന്ന കുഞ്ഞല്ലേ. സുധിച്ചേട്ടനേക്കാളും കൂടുതൽ സന്തോഷം കണ്ടത് കിച്ചുവിലാണ്. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അനിയനാണ് എന്നായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മകന് 3.5 വയസ്സുള്ളപ്പോഴാണ് സുധിച്ചേട്ടൻ പോകുന്നത്. ഇടയ്ക്ക് എന്റെ കണ്ണ് നിറഞ്ഞാൽ അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്, ഞാൻ തന്നെയാണ് സുധിയച്ഛൻ എന്ന് പറയും. മൂത്ത മോൻ കിച്ചുവിന് നല്ല പക്വതയുണ്ട്. അവരാരോടും അധികം സംസാരിക്കില്ല, എന്നോട് സംസാരിക്കും. നേരത്തെ അവന് പക്വതയുണ്ട്. അവന് 6 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സുധിച്ചേട്ടനെ വിവാഹം ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ എല്ലാവരും കളിയും ചിരിയുമായിരുന്നു. 7-8 മാസം വീട്ടുകാരെ അറിയിക്കാതെയാണ് ഞാൻ സുധിച്ചേട്ടനെ പ്രണയിച്ചത്. സുധിച്ചേട്ടന്റെ കുറച്ച് സുഹൃത്തുക്കളും കിച്ചുവും ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ എറണാകുളത്ത് വെച്ച് താലി കെട്ടി. കിച്ചുവാണ് താലി മേടിക്കാൻ കൂടെ വന്നത്. 8-9 മാസം കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ പിടിക്കുന്നത്. പിന്നെ വീട്ടുകാർക്ക് സുധിച്ചേട്ടനെയും കിച്ചുവിനെയും ഇഷ്ടമായി. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത്. വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തു. ഇപ്പോഴും നിയമപരമായി സുധിച്ചേട്ടന്റെ ഭാര്യയാണ്. അത് എടുത്തു പറയേണ്ടി വരുന്നു. അത്തരത്തിലുള്ള കമന്റുകളാണ് വരുന്നതെന്നും രേണു പറയുന്നു. കിച്ചുവിനെ വീട്ടിൽ നിന്ന് കടിച്ചു പുറത്താക്കി എന്ന് വരെ ആക്ഷേപിക്കുന്നവരുണ്ട്. എന്റെ വീടല്ല, സുധിച്ചേട്ടന്റെ മക്കളുടെ വീടാണത്. മൂത്ത മോൻ പഠിക്കാൻ പോയിരിക്കുകയാണ്. കുഞ്ഞിനെ കാണണമെന്ന് തോന്നുമ്പോൾ അവൻ ഓടി വരും. കൊല്ലത്ത് നിന്നാണ് അവൻ പഠിക്കുന്നത്. ഫ്ലവേഴ്സ് ആണ് അവനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അവൻ ഇവിടെ വരാത്തത്. പക്ഷെ അവനെ അടിച്ചിറക്കിയെന്നാണ് പലരും കുറ്റപ്പെടുത്തുന്നതും രേണു വ്യക്തമാക്കി. നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് വേറൊരു ജീവിതം വേണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. സിനിമാ മോഹങ്ങളില്ല. പക്ഷെ വിളിച്ചാൽ ചെയ്യുമെന്നും രേണു പറഞ്ഞു. അതേസമയം സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ നടക്കുന്ന കമന്റുകളോട് പ്രതികരിച്ച് രേണു രംഗത്തെത്തിയിരുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ്. ഒന്നിനും ഞാനില്ല. എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വിധവയാണെന്ന് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ. എല്ലാം കുറ്റമാണ്. കേട്ട് മടുത്തു. ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടി ജീവിക്കും. എനിക്ക് മടുത്തു. ഇങ്ങനെ കേൾക്കാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ലെന്നും രേണു പറഞ്ഞിരുന്നു. 2023 ജൂൺ 5-നാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട മിമിക്രി താരമായ കൊല്ലം സുധിയും സംഘവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. പുലർച്ചെ 4:30-യോടെ തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ വച്ചായിരുന്നു അപകടം. വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു അദ്ദേഹം. സഞ്ചരിച്ച കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.